ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ചെയ്യുവാനുള്ള ഒരു ചോദ്യം പരിശോധിക്കാം. ഇവിടെ കാണുന്ന മാതൃക പോലെ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കേണ്ടതുണ്ട്. അതിനുശേഷം ഈ ഫയലിനെ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യണം. കൂടാതെ വൃത്തങ്ങൾക്ക് ലീനിയർ ഗ്രേഡിയന്റ് നൽകേണ്ടതുമുണ്ട്. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറന്ന് പ്രവർത്തനം തുടങ്ങാം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രാഫിക്സ് എന്നതിന് നേരെ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക് എഡിറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇങ്ക്സ്കേപ്പിന്റെ ക്യാൻവാസിൽ വൃത്തം വരയ്ക്കുന്നു. വൃത്തം വരയ്ക്കുവാൻ വേണ്ടി ക്രിയേറ്റ് സർക്കിൾസ് എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു വൃത്തം വരയ്ക്കുന്നു. വൃത്തത്തിന് കൃത്യമായ ആകൃതി കിട്ടുവാൻ വേണ്ടിയാണ് കൺട്രോൾ കീയിൽ അമർത്തിക്കൊണ്ട് വൃത്തം വരച്ചത്. ഇനി മറ്റൊരു വൃത്തം കൂടി വരയ്ക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റിന്റെ നിറം മാറ്റുന്നു. മറ്റൊരു നിറം കൊടുക്കുന്നു. ഇനി ഇവിടെ സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് വൃത്തത്തിനെ ചെറുതാക്കുന്നു. ഷിഫ്റ്റ് കീ അമർത്തിക്കൊണ്ട് ചെറുതാക്കി കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ സൈഡിലും ഒരുപോലെ വൃത്തം ചെറുതാവുന്നതാണ്. ഇനി നമുക്ക് ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് വൃത്തങ്ങൾക്ക് ലീനിയർ ഗ്രേഡിയന്റ് നൽകുവാനാണ്. അതുമാത്രമല്ല ഇവിടെ പുറത്തുള്ള വൃത്തത്തിന് സ്ട്രോക്ക് ലൈൻ കാണുന്നുമില്ല. അതുകൊണ്ട് പുറത്തുള്ള വൃത്തത്തിന്റെ സ്ട്രോക്ക് ലൈൻ ഒഴിവാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ആദ്യം പുറത്തുള്ള വൃത്തം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ഗ്രേഡിയന്റ് ലീനിയർ ഗ്രേഡിയന്റ് എന്നത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ലീനിയർ ഗ്രേഡിയന്റ് വന്നു കഴിഞ്ഞു. ഇനി ഇതിലെ സ്ട്രോക്ക് പെയിന്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്ത് നോ പെയിന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സ്ട്രോക്ക് ഒഴിവാക്കുന്നു. ഇനി ഇതിന്റെ നിറം ശരിയാക്കണം. അതിനുവേണ്ടി ഇവിടെ താഴെ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രേഡിയന്റ് എന്നത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വലതു ഭാഗത്ത് ഇവിടെ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ വേണ്ട നിറം താഴെ പാലറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. അതുപോലെ ഇടത് ഭാഗത്ത് വേണ്ട നിറം സെലക്ട് ചെയ്യുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കളർ പാലറ്റിൽ നിന്നും ഇടത് ഭാഗത്ത് വേണ്ട നിറം സെലക്ട് ചെയ്യുന്നു. അതുപോലെ ഇനി ഇതിനുള്ളിലുള്ള വൃത്തത്തിനും ഒരു ഗ്രേഡിയന്റ് കൊടുക്കണം. അതിന്റെ സ്ട്രോക്ക് ലൈന് കുറച്ച് കട്ടി കൂട്ടേണ്ടതുണ്ട്. അതൊന്ന് ചെയ്തു നോക്കാം. അതിനുവേണ്ടി ഉള്ളിലെ വൃത്തം സെലക്ട് ചെയ്യുന്നു. ഇവിടെ സ്ട്രോക്ക് സ്റ്റൈൽ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വിഡ്ത് കുറച്ച് കൂട്ടിക്കൊടുക്കുന്നു. അതുപോലെ ഉള്ളിലെ വൃത്തത്തിന് ഇതുപോലൊരു ഗ്രേഡിയന്റ് കൊടുക്കേണ്ടതുണ്ട്. ഗ്രേഡിയന്റ് കൊടുക്കുവാൻ വേണ്ടി മുമ്പ് ചെയ്തതുപോലെ ഉള്ളിലെ വൃത്തം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഫിൽ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ലീനിയർ ഗ്രേഡിയന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അനുയോജ്യമായ നിറം സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ ഇടതു ഭാഗത്തുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്രേഡിയന്റ് എന്നത് സെലക്ട് ചെയ്യുന്നു. വലതു ഭാഗത്ത് വേണ്ട നിറം അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഇടതു ഭാഗത്ത് വേണ്ട നിറം അവിടെയും സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി ചെയ്യേണ്ടത് ഇവിടെ കാണുന്നത് പോലെ 4 ചെറിയ വൃത്തങ്ങൾ വരയ്ക്കുകയാണ്. അതിനായി ക്രിയേറ്റ് സർക്കിൾ ടൂൾ എടുക്കുന്നു. കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ വൃത്തം വരയ്ക്കുന്നു. ഇനി ഇത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അതിനുവേണ്ടി എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആരോ കീ പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ഒരു സൈഡിലേക്ക് മാറ്റുന്നു. ഒരേ ലെവലിൽ മാറുവാൻ വേണ്ടിയാണ് ആരോ കീ ഉപയോഗിച്ചത്. ഇനി ഇതിനെ രണ്ടിനെയും കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. എഡിറ്റ്
ഡ്യൂപ്ലിക്കേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ആരോ കീ ഉപയോഗിച്ചിട്ട് ഇതിനെ താഴേക്ക് മാറ്റുന്നു. ഇപ്പോൾ കൃത്യമായ സ്ഥാനത്ത് തന്നെ 4 വൃത്തങ്ങളും വന്നിട്ടുണ്ട്. ഇനി ഈ വൃത്തങ്ങളെ ആദ്യം നമ്മൾ വരച്ച ഭാഗത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി എല്ലാ രൂപങ്ങളെയും കൂടി ഡ്രാഗ് ചെയ്ത് ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നു. വേണമെങ്കിൽ ഇതിനെ ഗ്രൂപ്പ് ആക്കാം. ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുന്നു. ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഇതിനെല്ലാം കൂടി വലിച്ചു കൊണ്ടുവരുന്നു. ഇനി ഇതിനെ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യണം. സേവ് ചെയ്യുവാനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഹോം സെലക്ട് ചെയ്യണം. ഇവിടെ നിന്നും ഹോം എന്നത് സെലക്ട് ചെയ്യുന്നു. exam10 എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്യുന്നു. ഇനി ഫയലിന് പേര് കൊടുക്കുന്നു. രജിസ്റ്റർ നമ്പർ ആണ് പേരായിട്ട് കൊടുക്കുന്നത്. പേര് കൊടുത്തതിന് ശേഷം എത്രാമത്തെ ഗ്രൂപ്പ് ചോദ്യമാണ് എന്നതുകൂടി ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു.